മനസാക്ഷിയുടെ സ്വരം എന്ന് പറയുന്ന ഒരെണ്ണമുണ്ടല്ലോ, മനസാക്ഷിയുടെ സ്വരം. അതെല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഒരു ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ സാന്നിധ്യത്തിന്റെ സ്വരമാണ്, ഈശോയുടെ സാന്നിധ്യത്തിന്റെ സ്വരമാണ്. അത് പലപ്പോഴും നമുക്ക് പിടികിട്ടിയെന്ന് വരികയില്ല. പക്ഷേ പരിശുദ്ധ കുർബാനയിലൂടെ, കൂദാശകളിലൂടെ, ഏറ്റവും കൂടുതൽ ദൈവവചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ഇത് നമുക്ക് സജീവമാണ്. ഫോർ എക്സാമ്പിൾ, പ്രവാചകന്മാരുടെ ഒക്കെ നോക്കി, ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഈ വചനമായിട്ട് സിമിലർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേ. അതായത് ഓൾറെഡി നമ്മൾ ഈശോയുടെ കൂടെയുണ്ട്, ഈശോയുടെ കൂടെയുണ്ട്. നമ്മൾ ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഈശോ. അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകന്റെ വിളിയെക്കുറിച്ച് ജെറമിയ ഒഴിഞ്ഞു മാറാൻ വേണ്ടി തുടങ്ങുന്നതിന് പറയുന്നതിന്, മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞു. എല്ലാവരെ കുറിച്ചും കർത്താവിനുള്ള എക്സ്പ്ലിസിറ്റ് പ്ലാനിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ജോബിനെ കുറിച്ച് പറയുന്നില്ല. ജോബ് ഇങ്ങനെ സഹനത്തിന്റെ മധ്യേ കിടക്കുമ്പോൾ ജോബ് 23:14 എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്, അല്ലെ? പിന്നെ സങ്കീർത്തനം 115:12 പറയുന്നുണ്ട്, കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അപ്പൊ അതായത് ഈ ദൈവസാന്നിധ്യം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. നമ്മൾ ജീവനുള്ള ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു. അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ദൈവസാന്നിധ്യം വന്നു. ഇനി എങ്ങനെയാണ്? ഇനി നമുക്ക് ഇതെപ്പോഴോ നമ്മുടെ മനുഷ്യ പ്രകൃതിയിലെ നമ്മുടെ നേച്ചർ വെച്ച് എപ്പോഴും ഈ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു നേച്ചർ നമുക്കുണ്ടല്ലോ. കോൺക്യുപ്പിഷൻ എന്ന് പറയും, ടെൻഡൻസി ടു സിന്ന്. അതാണ് ഈ ഒറിജിനൽ സിന്നുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്നത്, ഉത്ഭവത്തെ കുറിച്ചൊക്കെ ബന്ധപ്പെട്ട് പറയുന്നതാണ്. നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട് പാപം ചെയ്യാനുള്ള. പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ എന്താ പറയാ, എന്റെ ഉള്ളിൽ തന്നെ രണ്ട് ശക്തി ഞാൻ മനസ്സിലാക്കണം ഒരേ സമയം. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിച്ചു പോവുകയാണ്. ഒരേ സമയം ദൈവത്തോട് സഹകരിക്കുന്ന ഒരു ദൈവാത്മാവിന്റെ നിയമം, അതേ സമയം തന്നെ എന്റെ ശരീരത്തിൽ എന്റെ അശുദ്ധിയോട് പോരാടുന്ന മറ്റൊരു നിയമം എന്റെ ശരീരത്തിൽ കാണുന്നു. അപ്പൊ നമുക്കെന്നാ, ശരിക്കും ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട്. ഇവിടെ പറയുന്നതന്നെ എല്ലാം അവർക്ക് മനസ്സിലായി. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതെല്ലാം അവർക്ക് അറിയാം. അതെല്ലാം സൃഷ്ട വസ്തുക്കളിലൂടെയുള്ള ശക്തി വഴിയും ദൈവത്വം വഴിയും എല്ലാം പ്രകടമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴികഴിവില്ല. എന്നിട്ട് ജെറമ്യ പ്രവാചകൻ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നറിയോ? എന്നിട്ട് ജെറമ്യ പ്രവാചകൻ പറഞ്ഞു വരുന്നുണ്ട്, മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്ന നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പൊ വീണ്ടും പറയാം, കർത്താവ് ഞാൻ കേവലം ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല എന്ന് പറയണേ. നീ കേവലം ബാലനാണെന്ന് നീ പറയല്ലേ, നിനക്ക് സംസാരിക്കാൻ പാഠമില്ലെന്നും നീ പറയരുത്. എന്നിട്ട് പറയണേ, അനന്തരം കർത്താവ് കൈ നീട്ടി കർത്താവിന്റെ വചനം എന്റെ നാവിൽ വെച്ചു. കണ്ടോ, കർത്താവിന്റെ വചനം എന്റെ നാവിൽ വെച്ചു. എന്നിട്ട് പറയണേ, പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും നട്ടു വളർത്താനും പണിതുയർത്താനുമായി ഇന്നിതാ ജനതകളുടെ രാജ്യങ്ങളുടെ മേൽ ഞാൻ നിന്നെ അവരോധിച്ചിരിക്കും. അപ്പത്തേനും പുള്ളി അക്സെപ്റ്റ് ചെയ്യാണ്. കണ്ടോ, പുള്ളിക്ക് ആ ദൈവത്വം പുള്ളിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം വിളിച്ചപ്പോൾ അതും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാകുന്നില്ല. പക്ഷെ വചനം നാവിലോട്ട് വെച്ചിട്ട് കർത്താവ് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പം പോവാണ്. ഏശയ്യാ പ്രവചനം ഇതുപോലെ തന്നെയാണ്. പുള്ളി ദേവാലയത്തിന് പുറകിരിക്കുക, 6-ാം അധ്യായം ഏശയ്യാ 6. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപോഷനായിരിക്കുന്നത് കണ്ടു. ഏശയ്യാ ദേവാലയത്തിന് പുറകിരുന്ന് കാണുക, ബലിപീഠത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ദൈവത്വം തെളിഞ്ഞ് കാണുകയാണ്. അതിന് തൊട്ട് മുന്നേ പുള്ളി കുറെ ദുരിതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോണ്ടയുടെ കയറ് കെട്ടി വലിക്കുന്നവന് ദുരിതം, നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. ഇങ്ങനെ കുറെ ദുരിതങ്ങളെ പറ്റി പറയുന്നുണ്ട്. എന്നിട്ട് 6-ാം അധ്യായത്തിൽ പിന്നെ ദൈവത്തെ ദർശിക്കുകയാണ്. കണ്ടോ, ഇത് മാനുഷികതയിൽ കിടക്കുന്ന കുറ്റപ്പെടുത്തലുകൾ, വെറുപ്പ്, ഇതെല്ലാം നമ്മുടെ ഇതിലുണ്ട്. പിന്നെ പുള്ളി ഏശയ്യാ പ്രവാചകൻ ദൈവത്തെ ദർശിച്ചു കഴിഞ്ഞപ്പോഴത്തേനും, ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപേക്ഷിക്കുന്നത് കണ്ടു. എന്നിട്ട് പറയണം, അവിടുത്തെ വസ്ത്രാന്തരം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. എന്നിട്ട് പിന്നെ പുള്ളി കാണുന്നുണ്ടല്ലോ, സെറാഫുകൾ നിന്നിരുന്നു, അവയ്ക്ക് 6 ചിറകുകൾ ഉണ്ടായിരുന്നു, 2 കൊണ്ട് പറക്കാൻ, 2 കൊണ്ട് മുഖം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടേ. എന്നിട്ട് പുള്ളി കുറച്ച് കഴിയുമ്പോഴത്തേനും പറയാണ്, പുള്ളി ഈ ദർശനം കണ്ടു കഴിയുമ്പോഴത്തേനും പുള്ളി പറയാണ്, എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധനായിരിക്കുന്നു, ഞാൻ അശുദ്ധമായ അതരമുള്ളവരുടെ മധ്യേ വസിക്കുകയും ചെയ്യുന്നു. കണ്ടോ, പുള്ളി അത്രയും നേരം ദുരിതം വല്ലവന്റെയും ദുരിതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആള് ദൈവത്തെ ദർശിച്ചു കഴിയുമ്പോൾ, ഉള്ളിലുള്ള ദൈവത്തെ തിരിച്ചറിയുമ്പോഴത്തേനും കണ്ടോ, എനിക്ക് ദുരിതം, എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധനായിരിക്കുന്നു എന്ന് പറയാം. അപ്പത്തേനും സെറാഫുകളൊന്ന് ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ടെടുത്ത് അഗ്നി കൊണ്ടുവന്ന് യെശയ്യാ പ്രവാചകന്റെ നാവിൽ വെക്കുക. പരിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. ജെറമ്യ പ്രവാചകന്റെ നാവിൽ വചനം വെച്ചു, യേശയ്യാ പ്രവാചകന്റെ നാവിൽ പരിശുദ്ധ കുർബാനയുടെ പ്രതീകമായിട്ട് വെക്കുന്നതാണോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ആരെയാണ് അയക്കുക? ഞാൻ എന്നെ അയച്ചാലും. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ വചനത്തോട്, പ്രാർത്ഥനയോട്, കൂദാശകളോടൊക്കെ ഒത്തിരി ചേർന്ന് നിൽക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള ഈ അദൃശ്യ പ്രകൃതി ഓൾറെഡി നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാനും സാധിക്കും, ദൈവഹിതം അനുസരിച്ച് ജീവിക്കാനും സാധിക്കും. അത് ഉറപ്പാണ്. അതാണ് റിയാലിറ്റി, അല്ലെ? പിന്നെ എങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഡ്രൈനസ് ഫീൽ ചെയ്യാണ്. ഞാൻ ദിവ്യകാരുണ്യ സന്നിധി പോയാലും 1 മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കുന്നതിന് പെട്ടെന്ന് എന്നിൽ ഒരു ചേഞ്ചസ് വരികയാണ്.
ആ അത് എവിടുന്ന? പക്ഷെ ഞാൻ വഴിയരികിൽ പോയിരുന്ന പറ്റില്ല, കിട്ടില്ല. മൊബൈൽ പിടിച്ചുകൊണ്ടിരുന്നാലും കിട്ടില്ല. പക്ഷെ ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരിക്കും. നമുക്കിത് മനസ്സിലാകുന്നില്ല. ഈ അപ്പത്തിലുള്ള ഈശോയെ പലപ്പോഴും പിടികിട്ടില്ല. പക്ഷെ നമ്മൾ ഹൃദയത്തിൽ അക്സെപ്റ്റ് ചെയ്ത് വിശ്വസിക്കുകയാണ്, എന്റെ ഈശോ ഈ അപ്പത്തിൽ ഇതാ വന്നിരിക്കുകയാണ്. എന്റെ കർത്താവെ, എന്റെ മനസ്സിനെ നീ ഒന്ന് നിയന്ത്രിക്കണമേ, എന്നെ ഭാരപ്പെടുത്തുന്ന ഈ വേദന ഒന്ന് മാറ്റണമേ എന്ന് പറഞ്ഞ് കുറച്ച് സമയം അവിടെ നമ്മൾ അവിടെ ജപമാല ചൊല്ലുന്നില്ല, ബൈബിള് വായിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മളവിടെ ഇരിക്കുമ്പോഴും നമ്മളെ ഭാരപ്പെടുത്തുന്ന വേദന കൊണ്ട് ഇങ്ങനെ വലയുമായിരിക്കും. പക്ഷെ കുറെ കഴിയുമ്പോൾ തന്നെ ഇതേ ഭയങ്കര ഒരു ആശ്വാസം വരും. നമ്മുടെ ഹൃദയം ഒരു തൂവല് പോലെ അങ്ങോട്ട്, ഒരു ഭാരം അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് നമ്മൾ ശാന്തതയാവുക. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ മനസാക്ഷിയുടെ സ്വരം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. എന്ന് വെച്ചാൽ ദിവ്യ പ്രചോദനങ്ങൾ പറയല്ലേ, ദിവ്യ പ്രചോദനങ്ങൾ നമ്മളെപ്പോഴും നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ഈ പ്രചോദനം നമുക്ക് വരുന്നുണ്ട്. ആ പ്രചോദനത്തോട് നമ്മൾ ശക്തമായിട്ട് സഹകരിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് വഴിയെ പോകാൻ പറ്റും. കൃത്യമായിട്ടുള്ള വഴിയെ പോകും. ഈ ജോബൊക്കെ അത്രമാത്രം സഹകരിച്ചുകൊണ്ടല്ലേ പറഞ്ഞു. ജോബിന്റെ ഈ സഹനത്തിന്റെ മതി 26:19 പറഞ്ഞത്, എന്റെ ചർമ്മം അടുകി നശിച്ചാലും ആ ബാക്കിയുള്ള മാംസത്തിൽ ഞാൻ ദൈവത്തെ ദർശിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കി, ശരീരത്തിൽ ആ ബാക്കിയുള്ള അഴുകി ചീഞ്ഞിരിക്കുന്ന മാംസത്തിൽ ഞാൻ ദൈവത്തെ ദർശിക്കുന്നു. കേട്ടോ, ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം. പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോഴത്തേനും നമ്മൾ ശരിക്കും ഇതല്ലേ സംഭവിക്കുന്നത്. പരിശുദ്ധ കുർബാന ഒരു ആസക്തിയുള്ള മനുഷ്യൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ഈശോ ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ ആ ആസക്തി ഈശോയ്ക്ക് മനസ്സിലാവുകയാണ്. കാരണം അവന്റെ ശരീരത്തിൽ, അവന്റെ സിരകളിൽ, അവന്റെ ഹൃദയത്തിൽ, അവന്റെ ഞരമ്പിലെല്ലാം ഈശോ നിറഞ്ഞു നിൽക്കും. അതാണ് റിയാലിറ്റി. ഒരു വേദനയും കൈകൂപ്പി നിൽക്കുന്ന വീട്ടമ്മ, മക്കളെ കുറിച്ചൊരു കൈകൂപ്പി നിൽക്കുക, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന വീട്ടമ്മ, ഈശോ ഇത് അറിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മ, സത്യം പറഞ്ഞ പരിശുദ്ധ കുർബാന വരുമ്പം റിയലി ഈശോ ആ വേദന അറിയുന്നുണ്ട്. റിയലി ഈശോ വേദന അറിയുന്നുണ്ട്, അല്ലെ? ഇപ്പം ഒരു പെൺകുട്ടി, ഒരു അബ്യൂസ് ചെയ്യപ്പെട്ട പെൺകുട്ടി, ഞാൻ എന്തുകൊണ്ടിങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടു, എന്റെ ഈശോ ഈ വേദനയൊന്നും അറിയുന്നു. എന്റെ അടുത്ത് വന്നൊരു കേസ് കേട്ടോ, ഈശോയ്ക്ക് ഈ വേദനയൊന്നും അറിയത്തില്ല, ഞാൻ അബ്യൂസ് ചെയ്ത മാനസിക ഭാരം, ഡിപ്രഷൻ ഒന്നും ഈശോയ്ക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ചുമ്മാ എന്റെ മനസ്സിൽ വന്നൊരു കാര്യം, ഞാൻ പറഞ്ഞു, എന്റെ മോളെ, നീ പരിശുദ്ധ കുർബാന ശരിക്കും ഈശോ നിന്റെ ശരീരത്തിൽ വന്നപ്പം നിന്റെ അബ്യൂസ് ചെയ്യപ്പെട്ട ഈ വേദന ഈശോ നീ അറിയുന്നില്ല, സത്യം പറ. അല്ല പിന്നെ നമ്മൾ എന്തിനാ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്? അവൾ അവിടെ നിന്ന് കുറേ നേരം കണ്ണൊക്കെ നിറഞ്ഞിട്ട് അവൾ പോയി, അവൾ ആ റിയാലിറ്റി മനസ്സിലാക്കി. പിന്നെ അവൾക്ക് പരിശുദ്ധ കുർബാനയോട് ഭയങ്കര സ്നേഹം വന്നു. എന്നിട്ട് അവളുടെ എന്താ പറയാ, ആ അബ്യൂസ് ചെയ്യപ്പെട്ട മുറിവൊക്കെ ശരിക്കും ഈശോ ഉണക്കി. മനസ്സിലായോ? ഓൾറെഡി ഉള്ള ദൈവത്വം എവിടെയോ നഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഈശോയിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ഈശോ തിരിച്ചു തരുന്നു. ആ ശക്തിയിൽ നമ്മൾ മുറുകെ പിടിച്ച് പോയി കഴിഞ്ഞാൽ കർത്താവ് നമ്മൾ ഒരിക്കലും വഴി തെറ്റത്തില്ല.